ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ കിട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ട് പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആസ്ട്രോ ടോക്കിന്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെക്കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോ ടോക്ക് എന്നോട് പറഞ്ഞു, എന്താ നിനക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പൊ നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്നില്ല, കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നും എനിക്ക് വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫോണും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരുന്നു. അനാമിക വിഷ്ണു നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാലോ. ഒരു ഫാമിലി ബ്ലോഗ് ചാനലാണ്, യൂട്യൂബ് ചാനലാണ് ഇവർക്കുള്ളത്. ഈ കഴിഞ്ഞിടക്കാണ് അനാമിക ഒന്ന് വൈറലായത്, അതായത് എയറിലായത് അല്ലെ. അനീറ്റയുടെ കുറച്ച് വിഷയങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതായത് വേറൊരു ആപ്പും അല്ല, ആസ്ട്രോ ടോക്ക് ആപ്പ്, അതായത് ജ്യോതിഷത്തിന്റെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണിത്. ഇതിനെക്കുറിച്ച് ഈ ആപ്പിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അതായത് വലിയ വലിയ സ്റ്റാർഡം, അതായത് ഈ മമത മോഹൻദാസ്, അപർണ, അങ്ങനെ ഒരുപാട് സ്റ്റാർസ് ആണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാതെ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സും ഈ അടുത്ത് തന്നെ എനിക്ക് ഒത്തിരി പേരുടെ പേരൊന്നും എനിക്കറിയില്ല, ഒരുപാട് ടി വി ആർട്ടിസ്റ്റ് ഒക്കെ, അതായത് TV സീരിയൽസ് ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസറായ ഈ പറയുന്ന യൂട്യൂബറായ അനാമിക വിഷ്ണു ഇതിനെ പ്രൊമോട്ട് ചെയ്ത് മുൻപന്തിയിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്, ഇത് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരുപാട് പേര് ഇതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഈ സ്റ്റാർഡം നിലനിർത്തി കൊണ്ടുവന്ന ആൾക്കാരും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വഴിയിലൂടെ തന്നെ ഇവർക്ക്, അതായത് ഈ ആപ്പിന്റെ ആൾക്കാർക്ക് നല്ല ഏർണിംഗ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റ് വെച്ച് ഇവർ കളി കളിക്കുന്നത് അല്ലെ. ഇതുപോലെ തന്നെ അനാമിക മാത്രമല്ല, മറ്റ് പല ഇൻഫ്ലുവൻസേഴ്സും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് അനാമിക വന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിലാണ് ഒരു തമാശ ഇരിക്കുന്നത്. തന്നെ നമുക്ക് അനാമികയുടെ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കാണാം. അതായത് ആസ്ട്രോ ടോക്കിനെ കുറിച്ച് അനാമികയ്ക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആള് നമ്മളെ ബാക്കിൽ കാണും, അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മളെ ഉണ്ണിമോള് മുട്ടിലെഴയുന്നത്. നല്ല രീതിക്ക് അവള് മുട്ടിലെഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ഉണ്ണിമോളുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. എന്താണെന്നല്ലേ, ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മറന്നുപോയാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. എന്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫ് എന്ന് വെക്കുമ്പം ഞങ്ങള് ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈമുണ്ട്. ഈ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഈ അനാമിക പറഞ്ഞു തുടങ്ങുന്നത് സ്വന്തം കുട്ടിയുടെ കാര്യം വെച്ചിട്ടാണ്. അതായത് ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടില്ല ആ കുഞ്ഞിനെ. ആ കൊച്ചിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ അനാമിക ഈ വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എത്തിക്കുന്നത് ഈ ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ആപ്പിലോട്ടാണ് ഇവർ എത്തിക്കുന്നത്. പണം വാങ്ങിയുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ നാട്ടുകാരുടെ വയറ്റ് തടിച്ചുകൊണ്ടുള്ള പ്രൊമോഷൻസ് ഒക്കെ, അതൊക്കെ ഒരു തൊട്ടിത്തരമല്ലേ, അതൊരു ചെറ്റത്തരം തന്നെയല്ലേ ആ പറയുന്നതും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട്. ഈ നമ്മൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ ഓപ്പൺ ആക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരുന്നതായിരിക്കും ഈ ആസ്ട്രോ ടോക്കിന്റെ പരസ്യങ്ങൾ. അതായത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെക്കുറിച്ച് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബേസിക്കലി പ്രശ്നമുള്ള ഒരാൾ, അതായത് ഭയങ്കര എന്തോ സ്ട്രെസ്സിൽ നിൽക്കുന്ന ആൾ, എന്തൊക്കെയോ പ്രോബ്ലംസ്, ഭയങ്കരമായിട്ടും മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാൾ ഈ ഒരു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഈ ആപ്പിനെ കുറിച്ച് കാണുകയാണ്. അല്ലെങ്കിൽ ഏതൊരു ഇൻഫ്ലുവൻസർ പറയുന്നത്, അതായത് അയാൾ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്ളോഗർ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേനും എന്താ അവരുടെ ഒരു വിശ്വാസം, അങ്ങനെയാണെങ്കിൽ എന്റെ ഈ പ്രശ്നം ഇവർക്ക് സോൾവ് ആക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞ് ഓടി ചെന്നിട്ട് ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇവരോട് സംസാരിക്കുകയാണ്. ഇവരോട് സംസാരിക്കുക വഴി എനിക്ക് തോന്നുന്നു അങ്ങനെ 2-3-4 ചോദ്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർ പറയും, മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇത്ര പേയ്മെന്റ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ചെറിയ എമൗണ്ട് അല്ലേ, ഈ 10, 15, 19 രൂപയ്ക്കായിരിക്കും ഇവർ ആദ്യം പറയുന്ന പേയ്മെന്റ്. അപ്പൊ അന്ന് അതങ്ങ് അടച്ചേക്കാം, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കൂടെ അറിയാലോ. അപ്പൊ അത് അടച്ചു കഴിയുമ്പോഴത്തേക്കൊന്ന് അടുത്തതായിട്ട് പറയാണ്, പെട്ടെന്ന് തന്നെ അത് തീരുമ്പോഴത്തേക്കും ഇവർ പറയും അടുത്ത എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അടച്ച് നമ്മുടെ കയ്യിലുള്ള ഒരു 10-200 രൂപയെങ്കിലും ഇവർ വാങ്ങിച്ചെടുക്കും. അതാണ് ഈ ആപ്പിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയോന്നല്ലേ. ഞാൻ ചെയ്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസ്ട്രോക്കിനെ ഭയങ്കരമായിട്ട് പരസ്യം നടക്കാനല്ല, ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ, അതായത് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് കുറച്ച് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ മനസ്സിലായി ഇതൊരു ഉഡായ്പ ആപ്പാണ്, എന്തിനാ ഈ സെലിബ്രിറ്റീസ്ക്ക് ഇങ്ങനെ കിടന്നിട്ട് പുകഴ്ത്തുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതിന്റെ കെണിയിൽ പോയി പെട്ടുപോകുന്ന സത്യം പറഞ്ഞാൽ പാവങ്ങളാ, സാധാരണക്കാര്. അതായത് അവര് വിചാരിക്കും ഈ ചെറിയ തുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ കുറിച്ച് അറിയാലോ, നമ്മുടെ ഭാവിനെ കുറിച്ച് അറിയാലോ എന്നൊക്കെ വിചാരിച്ച് അവര് പോയി മുടക്കും. ഈ ചെറിയ തുക പോയി ഒരു എമൗണ്ട് ആവും. പിന്നെ ഇങ്ങനെയുള്ള ഒരു 10 പേരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേന് ഇവർക്ക് എത്ര രൂപയായത് ഇല്ലേ. നല്ലൊരു വരുമാനമല്ലേ, നല്ല ബുദ്ധിയുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയല്ലേ ഇതിന്. നാമികയുടെ കുറച്ച് കള്ളത്തരങ്ങൾ അത് നമുക്കൊന്ന് പറയാം. അത് ആദ്യം നമുക്ക് ആ വീഡിയോയിലോട്ടൊക്കെ ഒന്ന് കടക്കാം. നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ല് ചെയ്ത് നടക്കുകയാണ്, അടിപൊളി ലൈഫാണെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ കിട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ട് പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആ ഒരു ടൈമിൽ നമ്മൾ ചുറ്റുമുള്ള എല്ലാവരും വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ വരുന്നുണ്ട്, പക്ഷെ ആ പൈസ 100 ആവശ്യങ്ങൾക്കായിട്ട് പിന്നെയും പോവാണ്. അനാമിക പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അതായത് അനാമികന് ഒരുപാട് രീതിയിൽ വലിയ വലിയ സഹായങ്ങളാണ് ഈ ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ആപ്പ് സഹായിച്ചിരിക്കുന്നത് എന്ന്
പൊതുമധ്യേ വന്നിരുന്നിട്ട് പച്ച നുണ, അതായത് പച്ച കള്ളത്തരം വന്ന് വിളിച്ചു പറയുകയാണ് ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി. ആൾക്ക് ആകെ 20 വയസ്സേ ഉള്ളൂ. എന്നാലും ഈ 20 വയസ്സിലെ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര നന്നായിട്ട് ആൾക്കാരെ കേൾക്കാൻ നല്ല മിടുക്കിയാണ്. എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ കഴിഞ്ഞ 2 ദിവസം മുൻപ് ഒരു ചെറിയൊരു സംഭവത്തിനെ കുറിച്ച് ഈ പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് ഈ പെൺകുട്ടി പറയുന്നത് വേറെയാണ്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് കടക്കാം. ഒന്നുമില്ല, ഫോണും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുന്നില്ല. അത്യാവശ്യം ഞങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും. ഉണ്ണിമോളുടെ ഹോസ്പിറ്റൽ ചെലവായാലും നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. അപ്പൊ അവളുടെ ഹോസ്പിറ്റൽ ചെലവ്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ അവളുടെ ഹോസ്പിറ്റൽ ചെലവ്, പിന്നെ ഞങ്ങളുടെ ചെലവ്, ഉണ്ണിമോളുടെ ചെലവ്. അപ്പം അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഷ്ടപ്പാടിലൂടെ നേടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. 20 വയസ്സെന്നൊരു നിലയിൽ ഞാൻ പറയുവാണ്, എനിക്ക് എന്റെ പഠിത്തവും എന്റെ ഉണ്ണിമോളുടെ കാര്യം എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഒരു വീടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയൊരു എമൗണ്ട് ഏണിങ്സ്. ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഈ 2 ദിവസം മുൻപ് ഒരു ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ തന്നെ അനാമിക തന്നെ ഇതിനെ കുറിച്ചിട്ട് ഇവരുടെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടത് ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഇതിൽ പറയുന്ന അനാമിക്ക് യാതൊരുവിധ ലോണോ കാര്യങ്ങളോ അതേപോലെ തന്നെ എന്താ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. ഇവൻ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ക്യാഷ് ഇവരുടെ കയ്യിലുണ്ട് എന്നാണെന്നും, പിന്നെ അതേപോലെ തന്നെ അനാമികയ്ക്കും അത്യാവശ്യം ഒരു ഇൻകം ലഭിക്കുന്നുണ്ടെന്നും ഈ അനാമിക ഇതിൽ വന്ന് നമ്മളോടൊന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് അനാമിക ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആസ്ട്രോടോക്കിനെ കുറിച്ച് വന്ന് പറയുന്നത് ആസ്ട്രോടോക്കാണ് എല്ലാം, ആസ്ട്രോടോക്കാണ് ഇവരെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തത് എന്ന പച്ചക്കള്ളത്തരം വന്ന് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ വന്ന് പറയും, അതായത് ഇവരുടെയൊക്കെ അന്ധം ഫാൻസ് അല്ലെങ്കിൽ ഇവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അവർ വന്ന് പറയും അത് പ്രൊമോഷൻ അല്ലേ, അതിനിപ്പോ എന്താ കുഴപ്പം, അപ്പൊ ഇത് തന്നെ ഈ ആപ്പിന് തന്നെ വലിയ വലിയ നായികയും അതുപോലെ തന്നെ വലിയ വലിയ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവർക്ക് പ്രൊമോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് വന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, അതായത് ഇവൻ ഒരു ബ്യൂട്ടി ബ്ലോഗേഴ്സിന്റെ ബ്ലോഗ് ആണെങ്കിൽ പോലും അവർ പ്രൊമോട്ട് ചെയ്തിട്ട് വലിയ വലിയ സിനിമാ നടന്മാരും നടിമാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഇവർക്ക് പ്രൊമോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് ഇവരൊന്ന് ചോദിക്കും. അതായത് കുറെ അണ്ടർ ഫാൻസ് ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും. അവരോട് എനിക്ക് പറയാനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഈ സിനിമ അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റ്, ഈ വലിയ വലിയ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുന്നത് അത് വേറൊരു ഗണത്തിൽപ്പെടുന്നതാണ്. ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് കാറ്റഗറി, അതായത് നമ്മളെ ഫോണിലൂടെ കണ്ട് നമ്മുടെ ഫാമിലി ലൈഫും നമ്മുടെ ലിവിങ്ങും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓൾ ഓവർ നമ്മുടെ ലൈഫ് എന്താണോ എങ്ങനെയാണോ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇവരുടെ ചാനലിൽ കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇവരുടെ ഡെയിലി വ്ലോഗിലൂടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഡെയിലി എന്തായാലും ഇവരൊക്കെ ഒരു ഷോർട്സ് ആണെങ്കിലും ഒരു 10-30 സെക്കൻഡിൽ ഷോർട്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഇവരെ കണ്ട് പരിചയമുള്ള പോലത്തെ ഒരു പരിചയമായിരിക്കും. അതായത് സാധാരണപ്പെട്ട ഒരാളിൽ കൂടെ, അതായത് സാധാരണക്കാരായ, അതായത് നമ്മളെ പോലെ തന്നെ ഒരാൾ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അതാണ് ഈ പറയുന്ന സെലിബ്രിറ്റീസും ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. സിനിമ നടിയോ അല്ലെങ്കിൽ നടനോ വന്ന ഈ പരസ്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ ഏതൊരു സാധാരണക്കാരനാണെങ്കിലും അത് മനസ്സിലാകും ഇത് കാശ് വാങ്ങിയുള്ള പരസ്യമാണെന്നും അതേപോലെ തന്നെ ഈ പരസ്യമുള്ളതെല്ലാം അഭിനയമാണെന്നും മനസ്സിലാകും. പക്ഷെ ഇവിടെ നമ്മൾ കണ്ട ഈ അനാമികയുടെ പരസ്യം എന്ന് പറയുന്നത്, ഈ അനാമികയുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അനാമിക പറയുകയാണ് എനിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിലുള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനാമിക ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ, അതായത് അനാമികയുടെ ലൈഫിനെ തന്നെ ഉദാഹരണമാക്കിയിട്ട് എടുത്ത് പറയുകയാണ്. അതിനകത്ത് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ഉദാഹരണമാക്കിയിട്ട് അനാമിക ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന, അതായത് അനാമികനെ ഫോളോ ചെയ്യുന്ന, അനാമികനെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് വിചാരിക്കും അയ്യോ ഈ കുട്ടി പറയുന്നത് ശരിയാണ്, അതും ഒരു ഡൗൺ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അയ്യോ അനാമിക പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയാണ് ഇതിലെന്തോ സത്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കിത് പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവരവരുടെ പ്രശ്നങ്ങൾ പറയാനായിരിക്കും ഇവർ ആദ്യം ത്വര കാണിക്കുന്നത്. അതായത് വാസ്തവത്തിൽ ഇവർ പറയുന്നത് സത്യമാണ്, ഇതൊക്കെ ഇവർക്ക് ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവർ നമ്മളോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് സാധാരണക്കാരായ ജനങ്ങളെ വിശ്വസിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ പറയുമ്പോൾ ഇതൊക്കെ തട്ടിപ്പായി, പെൺകൊച്ച് വെറുതെ ആ പെൺകൊച്ചിന്റെ ഓരോ ലൈഫിലെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നതാണെങ്കിൽ തട്ടിപ്പാണ്, ഈ കൊച്ചിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ കൊച്ചു പ്രൊമോഷൻ ചെയ്യണമെന്ന് ചില ആൾക്കാർ വിചാരിക്കും. പക്ഷെ ഒരു 10, 40, 50, 60 വയസ്സുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുവേ അയ്യോ ഇത് നമ്മൾ കണ്ട പെൺകൊച്ചല്ലേ, ഈ കൊച്ചു പറഞ്ഞൊക്കെ സത്യമോ, ഈ കൊച്ചിന്റെ വ്ലോഗ് ഞാൻ സ്ഥിരം കാണണല്ലേ, ഈ കൊച്ചു പറഞ്ഞൊക്കെ സത്യമോ, ഈ കൊച്ചു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാ, ഈ കൊച്ചു നാട്ടുകാരൊന്നും പറ്റിക്കില്ല, ആ കൊച്ചു നല്ല കുട്ടിയാന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, ഈ പറയുന്ന ഈ പ്രായമുള്ള ആൾക്കാരാണല്ലോ മെയിൻ ആയിട്ട് ഇതിനകത്തൊക്കെ ഒരു ഇതായിട്ട് വെക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ പറയുന്ന കുട്ടി പറയണ അങ്ങ് വിശ്വസിച്ച് അതങ്ങ് പോയി ചെയ്ത് ലാസ്റ്റ് ഇവരുടെ പൈസയും പോകും എല്ലാം പോകും. ഇതാണ് ഇത് നടക്കുന്നത്. ഇതാണ് ഈ പറയുന്ന ആർട്ടിസ്റ്റും ഈ പറയുന്ന സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എനിക്ക് നമ്മുടെ അതായത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സോട് പറയാനുള്ള എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് അതിൽ നിങ്ങൾ കുറച്ചെങ്കിലും സത്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാൻ ശ്രമിക്കും. അതിൽ ഒരു കാരണം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണത് നിങ്ങളോടുള്ള ഇഷ്ടവും കരുതലും എല്ലാം കൊണ്ട് തന്നെയാണ്, നിങ്ങളെ എന്നും കാണണം എന്നൊക്കെ വിചാരിച്ചേനെ. അപ്പൊ നിങ്ങൾ ആ വിശ്വാസത്തിനെ ശരിക്കും അത് വിറ്റ് കാശാക്കരുത്, ആ വിശ്വാസം വിറ്റ് കാശാക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്തത് നമുക്ക് അനാമിക പറയുന്ന മറ്റുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് പോയി നോക്കാം.
ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ കിട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ട് പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആ ഒരു ടൈമിൽ നമ്മൾ ചുറ്റുമുള്ള അവരെല്ലാവരും വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, ഒറ്റപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ വരുന്നുണ്ട്. പക്ഷെ ആ പൈസ 100 ആവശ്യങ്ങൾക്കായിട്ട് പിന്നെയും പോകും. പൈസ വരുന്നു, പൈസ പോകുന്നു, പൈസ വരുന്നു, പൈസ പോകുന്നു. ഇത് തന്നെയാണ് ഒരു സൈക്കിളിന്റെ വീല് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും തോറും ഞങ്ങൾ നോക്കുമ്പോൾ എന്താ ചുറ്റുമുള്ളവരെല്ലാവരും വളർന്നു. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല. ഈ പൈസ എല്ലാം കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നു. ഒരു 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. പൊക്കോണ്ടിരുന്ന് ഇങ്ങനെ അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഞങ്ങൾ ലൈഫിൽ ഇരിക്കുന്ന ഒരു ടൈം ആയിരുന്നു. ആരോട് ചോദിച്ചു ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞങ്ങൾ നൈബേഴ്സിനോട് ചോദിച്ചു, ഫ്രണ്ട്സിനോട് തിരക്കി. എന്നിട്ട് എന്നും ഒരു കറക്റ്റ് ഒരു ആൻസർ ഞങ്ങൾക്ക് ആരുടെയും സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു ദിവസം ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്തോണ്ട് എന്തൊക്കെ രീതിയിൽ ഈ കൊച്ച് ഈ ആപ്പിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ആൾക്കാരെ അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അങ്ങ് കൊണ്ടുപോകണേന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ ആപ്പിലോട്ട് കഥ എങ്ങനെ എത്തിക്കുന്നത്? നല്ല നറേഷനുള്ള കുട്ടിയോട്ടെ. കുട്ടിക്ക് വല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടൊക്കെ വല്ല പോകായിരിക്കും. കൊള്ളാം. എന്തായാലും ഏതെങ്കിലും പാർട്ട് ഏതെങ്കിലും ഫിലിംസിന്റെ ഒക്കെ പാർട്ട്, അതായത് ഭാഗമാകാൻ താല്പര്യമുള്ളവർ ഈ കുട്ടിയെ വിളിക്കുക. ഈ കുട്ടി നന്നിട്ട് നറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത്രയ്ക്ക് നല്ല നറേഷനാണ് ഈ കുട്ടി ഇതിൽ കൂടെ നൽകുന്നത്. ആൾക്കാരെ ഇങ്ങനെയും പറ്റിക്കാൻ പറ്റുമോ? എന്റെ പൊന്നനാമിക മോളെ, നാട്ടുകാരെ പറ്റിച്ചു വേണോ നിനക്ക് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത് കാശുണ്ടാക്കാനായിട്ട്? ഈ കുട്ടി കഴിഞ്ഞ ദിവസം, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ കൊച്ചു വന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇത്രയും ഏർണിങ്സ് ഉണ്ട്, ഞങ്ങൾക്ക് വേറെ കടവില്ല, അങ്ങനെയില്ല, അങ്ങനെയല്ല, അത് ഞങ്ങൾക്ക് ആദ്യം പൈസ ഒന്നും വേണ്ട. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു ചാരിറ്റി ഉണ്ട്, അതായത് ഇവർക്കൊരു ഓർഫനേജ് പോലെ ഉണ്ട്. അപ്പൊ ആ ഓർഫനേജിൽ തന്നെ നാട്ടുകാർ ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യുമല്ലോ. ആ ക്യാഷ് എടുത്ത് ഇവരെടുത്ത് മറിച്ച് പുട്ടടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോൺട്രവേഴ്സി വന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ സോ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നതാണ് ഈ കുട്ടി. അതായത് നമ്മൾ ഇതിനകത്ത് വെച്ച് 2 ദിവസം മുൻപ് ഈ കുട്ടി എക്സ്പ്ലനേഷൻ വന്ന് പറഞ്ഞല്ലോ. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാശ് ഞങ്ങളുടെ ഉണ്ട്, ഞങ്ങൾക്ക് വേറെ ചെലവൊന്നുമില്ല, ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ നാട്ടുകാരെ പഠിച്ച് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെ കാശ് എടുത്ത് നിൽക്കേണ്ട. അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നാണ് ഈ കുട്ടി നമുക്ക് തന്ന ഒരു 2 ദിവസം മുമ്പിട്ട് ഈ കുട്ടിയുടെ വീഡിയോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നവരാണ് ആഡ്സ് കണ്ടത്. അപ്പൊ ഒരു ആപ്പിന്റെ ഒരു ആഡ്സ്, അപ്പൊ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒത്തിരി ആപ്സിന്റെ ആഡ്സ് ഇങ്ങനെ കാണുമല്ലോ. ബാക്കിയുള്ള ആഡ്സിനെ കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എനിക്ക് ഒരു ആഡ്സ്. അപ്പൊ ആഡ്സ് എന്താണ്? ആസ്ട്രോടോക്കിന്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടിയും ഒത്തിരി ഈ പറയുന്ന ആപ്ലിക്കേഷനോട് പറഞ്ഞു ഞാൻ മെന്റലി ഭയങ്കര ഡൗട്ട് ആണെന്ന് മാത്രമേ കുട്ടി പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും ആസ്ട്രോക്ക് പറഞ്ഞു എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. അതായത് എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കടം വാങ്ങിച്ച് മുടിയാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരെല്ലാവരും പോയിട്ട് ഇതിനകത്ത് പോയിട്ട് എന്താ പറയാ, അക്കൗണ്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒരു വേർഡ് മാത്രം പറഞ്ഞാൽ മതി, ഈ ആസ്ട്രോക്ക് ആപ്പ് എല്ലാം വന്ന് പറഞ്ഞു എന്നാണ് ഈ കുട്ടി വന്ന് പറഞ്ഞു വെക്കുന്നത്. അമ്മാ, ഇങ്ങനെയും വന്ന് ഇങ്ങനെ കള്ളത്തരം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. പക്ഷെ നല്ല രസമുണ്ടല്ലോ കേട്ടിരിക്കാനായിട്ട്. എന്താ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. എന്നാലും ഒരു 100ൽ 99% എനിക്ക് അതിനുള്ള ഒരു ആൻസർ, ഈ ഒരു പ്രശ്നത്തിനുള്ള ആൻസർ ആസ്ട്രോടോക്ക് വഴി കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ 1% ഒരു ഇതിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ അതിൽ കയറി എന്റെ പ്രശ്നങ്ങള് പറയുന്നതിന് മുമ്പ് ഞാൻ എന്റെ കാര്യങ്ങൾ എന്താ, എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോടോക്ക് എന്നോട് പറഞ്ഞു, എന്താ നിനക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പൊ നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്നത്. അങ്ങനെ എന്റെ പ്രോബ്ലംസ് ഈസ്റ്റഡും ആസ്ട്രോടോക്ക് പറഞ്ഞു തന്നു. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. പക്ഷെ അതീതം എന്നെ ഞെട്ടിച്ചത് എന്താണെന്നറിയോ? ഹസ്ബൻഡും ഞാനും തമ്മിൽ ഈ ഫിനാൻഷ്യൽ ടൈറ്റിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾക്ക് 2 പേർക്കും ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇതായിരുന്നു ഭയങ്കര വലിയ ഭാരമായിട്ട്. തള്ളി കൊച്ചി തള്ളി വിടുന്നതെന്ന് ഞാൻ ആലോചിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് ഇവർ ഈ കൊച്ചി ഇതിന് മുന്നുള്ള ഡയലോഗ് പറയുന്നുണ്ട്, ഞാൻ എന്റെ ബന്ധുക്കാരോട് എല്ലാവരോടും പോയി ചോദിച്ചു എന്താണ് ഇതിനുള്ള പ്രതിവിധി. ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ എല്ലാവരോടും പോയി ചോദിച്ചു. അവർക്കൊന്നും പറയാൻ അറിയത്തില്ല, അവർക്കൊന്നും ഇതിനുള്ള ഇത് പറയാൻ അവർക്ക് അറിയത്തില്ല, ഈ സൊല്യൂഷൻ എന്താണെന്ന് പറയാൻ അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാനാണ്, ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ സംസാരിക്കില്ലായിരുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. എന്നിട്ട് ഭർത്താവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ള കാര്യം വരെ ഈ പെൺകുട്ടിയെടുത്ത് ഈ ആസ്ട്രോക്ക് ആപ്പോ എന്ന് പറഞ്ഞു ഞങ്ങളപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ സംസാരിക്കണം എന്നൊക്കെ ആസ്ട്രോക്ക് ആപ്പ് വന്ന് പറഞ്ഞു കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ ഈ 2 പേരും കൂടി തന്നെ അല്ലെങ്കിൽ നാട്ടുകാരായ ബന്ധുക്കാരോടും എല്ലാ ആൾക്കാരോടും പോയി ചോദിച്ചെന്ന് പറയണത്. എന്റെ പൊന്ന അനാമിക, എന്തൊക്കെ വിഡിത്തരങ്ങളെ ഈ വിളിച്ചു കൂടി പറയണത്. അഭിനയിക്കാൻ നല്ലൊരു കഴിവുള്ള കുട്ടിയാണ് ഈ കുട്ടി. ഈ ഒറ്റ വീഡിയോയിൽ കൂടി കുട്ടി തെളിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ അമ്മമാരുടെ ടിപ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ഈ പാചകത്തിൽ ഇങ്ങനെ ചെറിയ പൊടിക്കൈകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അടുക്കളയിലെ പൊടിക്കൈകൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ആസ്ട്രോടോക്കിലെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഈ കുട്ടിക്ക് ആസ്ട്രോടോക്കിലെ വിദ്വാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ കുട്ടി പറയുന്നത്. നിനക്ക് ഈ വീഡിയോ ചെയ്ത്, അതായത് നിങ്ങളുടെ മോളെ, നിനക്ക് നിന്റെ ആസ്ട്രോടോക്കിലെ അമ്മാവൻ അല്ലെങ്കിൽ അമ്മായി നിനക്ക് പറഞ്ഞു തന്നായിരുന്നു നീ
ഈ വീഡിയോ ഇട്ടതിന് ശേഷം നീ ഒന്ന് എയറിൽ വീണ്ടും പോകും എന്ന് നിനക്കൊന്ന് പറഞ്ഞു തന്നായിരുന്നു. ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ, നീ വീണ്ടും ഒന്ന് ഏറി പോകാൻ പോകുന്നുണ്ട്. അതിനുള്ള വളരെയധികം വലിയ ചാൻസ് ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ള തട്ടകമൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അനാമികയുടെ തള്ളുകൾ, നാട്ടുകാരെ പറ്റിക്കാനുള്ള തള്ളുകൾ. ഇതൊക്കെ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഇത്തരം ആപ്പുകളുടെയും ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇറങ്ങി നടക്കുന്ന ഈ പ്രൊമോഷൻ ടീംസിന്റെ ഒന്നും വാക്കുകൾ കേട്ട് നിങ്ങൾ അധ്വാനിച്ച്, നിങ്ങൾ അത്രയും കിടന്ന് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം മുഴുവൻ ഇതുപോലുള്ള ആപ്പുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കളയാതിരിക്കുക. അതേപോലെ തന്നെ ഇതുപോലുള്ള സന്ദേശങ്ങളൊക്കെ നിങ്ങൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.